السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യിദഹുല്ലാഹു തആല ബിൻ അസീൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആലി ഇമ്രാനിലെ 188 വചനത്തിൻ്റെ വിശദീകരണത്തിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്ന് ഒരു കരാർ സ്വീകരിച്ചു. അത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കും, ഒന്നും മറച്ചു വയ്ക്കരുത്. ഇതൊക്കെ ആയിരുന്നു ആ കരാർ. പക്ഷേ കരാറ് ഏറ്റെടുത്തവർ ആ കരാറിൽ നിന്ന് പിന്മാറി. അതനുസരിച്ച് അവർ പ്രവർത്തിച്ചില്ല. അവരുടെ ഭൗതിക നേട്ടത്തിന് വേണ്ടിയാണ് അവർ ഈ പരമമായ സത്യത്തെ മറച്ചു വെച്ചതും അതിലെ കൽപ്പനകളിൽ നിന്ന് അവർ പുറകോട്ട് പോയതും. അങ്ങനെ അവർ വളരെ തുച്ഛമായ വില വാങ്ങി. ഫബീസമായ ഇഷ്തറൂൻ, അവർ വാങ്ങിയത് വളരെ മോശമായ വിലയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഈ വചനത്തിന് ഹസ്രത്ത് ഖലീഫത്തുള്ള നൽകുന്ന വിശദീകരണത്തിൽ പറയുന്നു, തസ് ആഫ്റ്റർ ദ മെസ്സേജസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഈ സന്ദേശങ്ങൾ കിട്ടിയ ശേഷം, ഗോഡ് ഹാവ് ബീൻ ഹിഡൻ ആൻഡ് ഫാൾസിഫൈഡ്, അവർ മറച്ചു വെച്ചു എന്നിട്ടതിനെ കളവാക്കി. അപ്പോൾ അല്ലാഹുവിൽ നിന്നുള്ള വചനം അവർക്ക് ലഭിച്ചു, കൽപ്പന ലഭിച്ചു. എന്നിട്ട് അവർ അത് മറച്ചു വയ്ക്കുകയും അത് കളവാക്കുകയും ചെയ്തു. അതനുസരിച്ച് അവർ പ്രവർത്തിച്ചില്ല. അപ്പോൾ അല്ലാഹു തആല ഈ കാലഘട്ടത്തിൽ ഒരു ദൂതനെ വിട്ടിരിക്കുന്നു. ആ ദൂതൻ വന്ന് വിശുദ്ധ ഖുർആനെ വിശദീകരിക്കുന്നു. ഈ വിശദീകരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയുള്ളതല്ല, ഇതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാനുള്ളതാണ്. ചെയ്യാതെ നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ നമുക്ക് അതിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കത്തില്ല. നമ്മളിതിൽ നിന്നും പുറകോട്ട് പോയാലും കിട്ടില്ല. ഇതിനെ അമിതത്വമായിട്ട് മുന്നോട്ട് പോയാലും സാധ്യമല്ല. ഇറ്റ് ബിക്കെയിം നെസസറി ഫോർ ഗോഡ് ടു സെൻഡ് അതർ പ്രോഫറ്റ്സ്. ഇനി ഈ പ്രവാചകന്മാർ നൽകിയ ഈ കാര്യങ്ങൾ അനുസരിച്ച് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുവാൻ ഈ പണ്ഡിതന്മാർ, മഹാഗുരുക്കന്മാർ, മഹാപുരോഹിതന്മാർ, സമുദായ നേതാക്കന്മാർ തയ്യാറാകുന്നില്ല എങ്കിൽ അല്ലാഹു തആല എന്ത് ചെയ്യും? ഗോഡ് ടു സെൻഡ് അതർ പ്രോഫറ്റ്സ്, മറ്റു പ്രവാചകന്മാരെ വിടേണ്ടി വരും. ഇറ ആഫ്റ്റർ ഇറ, അതങ്ങനെ നൂറ്റാണ്ടുകൾ തോറും ഓരോ കാലം കഴിയുമ്പോൾ അവർ ഈ രീതിയിൽ സ്വാർത്ഥരായിത്തീരും. തങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നത്തിലായിരിക്കും അവർ നൽകുന്നത്. ഈ ദീനിൻ്റെ അധ്യാപനം നടപ്പിലാക്കേണ്ട, അത് ഒറ്റയ്ക്കും കൂട്ടായും നടപ്പിലാക്കേണ്ടതാണ്. അതൊരു ചങ്ങലയാണ്.
ലോകത്തിലുള്ള സകല മനുഷ്യരെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ചങ്ങല. എല്ലാവർക്കും അവരവരുടേതായ അവകാശങ്ങൾ കൊടുക്കുന്ന ഒരു തത്വം സംഹിതയാണത്. അത് അങ്ങനെ ഒരുമിച്ച് നിർത്തുന്നതിന് പകരം ഭിന്നിപ്പിക്കും. അങ്ങനെ അവർ തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ, അവർക്ക് വേണ്ട രീതിയിലുള്ള ബോധനം കൊടുക്കാതിരിക്കുമ്പോൾ, അവരിൽ നിന്ന് കിട്ടുന്ന സാധനം കൊണ്ട് ഈ പുരോഹിതന്മാർ ജീവിക്കാൻ തുടങ്ങും. സമുദായ നേതാക്കന്മാർ കഴിയുവാൻ നോക്കും. അപ്പോൾ അല്ലാഹു തആല എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ളവന്മാരെയൊക്കെ അങ്ങ് മാറ്റും. നിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളുമായിട്ട് നിങ്ങൾ പോവും, എൻ്റെ ദീൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അല്ലാഹു തആല ടു റിവൈവ് ദ ലോസ്റ്റ് ടീച്ചിങ്സ്. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ആ അധ്യാപനങ്ങളെ നവീകരിക്കുന്നതിന്, ആ കുറവുകൾ നികത്തി റെഡിയാക്കുന്നതിന്, ആൻഡ് ടു റീഎസ്റ്റാബ്ലിഷ് ട്രൂത്ത്, വീണ്ടും പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി, സത്യത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല അവൻ്റെ നടപടിക്രമം നടത്തിക്കൊണ്ടിരിക്കും. ആഫ്റ്റർ ദ ടൈംസ് ഓഫ് ദീസ് പ്രോഫറ്റ്സ്, ഇനി ഈ പ്രവാചകന്മാരുടെ കാലശേഷം, ദെയർ പീപ്പിൾ പ്ലഞ്ച്ഡ് ഓൺസ് അഗെയിൻ ഇൻ ടു ഡാർക്ക്നെസ്. ഈ പ്രവാചകന്മാർ പോയി കഴിഞ്ഞു. പിന്നീട് ജനങ്ങൾ എന്ത് ചെയ്തു? വീണ്ടും അന്ധകാരത്തിലേക്ക് എടുത്തു ചാടി. അവർക്ക് തോന്നിയ നിലയിലുള്ള ദീനീ പ്രവർത്തനം എന്ന് പറഞ്ഞാണ് അവർ ചെയ്യുന്നത്. അവർ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തങ്ങളുടെ സ്വന്തം ഇഷ്ടം അനുസരിച്ചാണ്. അവർക്ക് തോന്നും എന്താണോ അതാണ് അവർ ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നത് എന്താണ്? ഇതാണ് ദീൻ. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ആ നിലയിലാണ് ആയിത്തീരുന്നത്, നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. അള്ളാഹ്ക്ക് എന്താണ് ഇഷ്ടം, അള്ളാഹിൻ്റെ പ്രവാചകൻ എന്താ പഠിപ്പിച്ചത്, ആ ഇഷ്ടം നേടുന്നതിന് വേണ്ടി നമ്മൾ ജീവിക്കുക എന്നതിന് പകരം അവരുടെ വചനങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ഇഷ്ടത്തിനാക്കി മാറ്റിയിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ അന്ധകാരത്തിൽ ചാടിക്കിടക്കുകയാണ്. വെൻ അല്ലാഹ് സെൻഡ് ദ ഹോളി പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻ അറേബ്യ, അറേബ്യയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല നിയോഗിച്ചപ്പോൾ, ഓൾ റിലീജിയസ് ടീച്ചിങ്സ് വെയർ ലോസ്റ്റ്. അതിനു മുമ്പ് വന്ന് എല്ലാ മതപരമായ അധ്യാപനങ്ങളുടെയും സത്ത നഷ്ടമായിരുന്നു. ആൻഡ് വെൽ ഹിഡൻ, അതെല്ലാം അവർ മറച്ചു വയ്ക്കപ്പെട്ടിരുന്നു. ബൈ ദ സ്കോളേഴ്സ് ആൻഡ് ഹൈ പ്രീസ്റ്റ്സ്, സമുദായത്തിലെ മഹാപണ്ഡിതന്മാരും മഹാഗുരുക്കന്മാരുമായിട്ടുള്ള സമുദായ നേതാക്കൾ എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ യഥാർത്ഥ അധ്യാപനങ്ങളെ അവർ മറച്ചു വെച്ചു. ദ ഖുർആൻ കെയിം ആസ് എ ലൈറ്റ് ഗിവിംഗ് പെർഫെക്റ്റ് ബുക്ക്. വിശുദ്ധ ഖുർആൻ ലോകത്തിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് ഒരു ലൈറ്റ് ഗിവിംഗ് ആയിട്ടാണ്, പ്രകാശം നൽകുന്ന പെർഫെക്റ്റ് ബുക്കായിട്ട്, സമ്പൂർണമായ ഗ്രന്ഥമായിട്ടാണ് അല്ലാഹു തആല അയച്ചത്. ഇൻ വിച്ച് ഓൾ ഫാൾസ്ഹുഡ്സ് വെയർ എക്സ്പോസ്ഡ്. എല്ലാ കള്ളത്തരവും എന്തൊക്കെയാണ് എന്ന് അതിൽ വിശദമാക്കി കാണിച്ചു കൊടുത്തു. ഇതൊക്കെ കള്ളത്തരങ്ങളാണ്, ഇതൊക്കെയാണ് ശരിയായിട്ടുള്ള കാര്യങ്ങൾ. സത്യവും അസത്യവും അവിടെ വേർതിരിക്കപ്പെട്ടു. ആൻഡ് ദ ഹിഡൻ ട്രൂത്ത് വാസ് റിവീൽഡ്. അവരിൽ മറച്ചു വെച്ചിരുന്ന യഥാർത്ഥ സത്യത്തെ അത് പുറത്തു കൊണ്ടുവന്നു. ഇൻ ദ ഓപ്പൺ ടു വൺ ആൻഡ് ആൾ. എല്ലാവർക്കും കാണത്തക്ക നിലയിൽ സത്യമേതാണ് അസത്യമേതാണ് എന്ന് വ്യക്തമാകത്തക്ക നിലയിൽ അത് പുറത്തു കൊണ്ടുവന്നു. അങ്ങനെ മറഞ്ഞുപോയ, മറച്ചു വെച്ച, അന്ധകാരത്തിൽ അകപ്പെട്ടു പോയ ദൈവിക അധ്യാപനങ്ങളെ മുഴുവൻ തകർന്നു പോയപ്പോഴാണ് അല്ലാഹു തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ദീപം വീണ്ടും ഭൂമുഖത്ത് മുഴുവൻ ജനങ്ങൾക്കുമായി കത്തിച്ചു വെച്ചത്. Nowadays, even though the Quran's original Arabic manuscript cannot be altered, ഇക്കാലത്തോ ഖുർആൻ്റെ യഥാർത്ഥമായ അറബിക്ക് മൂല്യം, ആ കയ്യെഴുത്ത്, ആ പ്രതി, അത് മാറ്റപ്പെടുവാൻ സാധ്യമല്ല. ബട്ട് മുസ്ലിംസ്, അപ്പോൾ ഖുർആൻ അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ലോകത്ത് പറയാവുന്നത് വിശുദ്ധ ഖുർആൻ എപ്രകാരം അവതരിപ്പിക്കപ്പെട്ടുവോ അപ്രകാരം തന്നെ ഭൂമുഖത്ത് അത് നിലനിൽക്കുന്നു. അതിലെ ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരുത്താൻ സാധ്യമല്ലാത്ത നിലയിൽ അതിനെ സൂക്ഷിക്കുവാനുള്ള ഏർപ്പാട് അല്ലാഹു തആല
ഈ ഭൂമുഖത്ത് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഖുർആൻ ഒന്ന് തന്നെ, പക്ഷേ നമ്മളോ 73 ഇമാമ. നമുക്കെല്ലാവർക്കും ഓരോരോ ഇമാമിങ്ങളാണ്, നമ്മൾ തന്നെ ഓരോരോ ഇമാമുമാരാണ്. അതുകൊണ്ട് നമ്മൾ തന്നെ ഫത്വകൾ വിധിച്ചാണ് നമ്മൾ ദീനീ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുമിച്ചല്ല കേട്ടോ, ഒരു സംഘവുമല്ല. നമ്മളൊക്കെ പല പല സംഘങ്ങൾ, ഇതുപോലെ 73 സംഘങ്ങൾ എന്ന് പറഞ്ഞ് നബി പറഞ്ഞ് പിരിച്ചതിൽ നിന്ന് ആ 73 വീണ്ടും ശാഖോപശാഖകളായിട്ട് പോകും. ബട്ട് മുസ്ലിംസ് ഫ്രം ഓൾ റൗണ്ട് ദ വേൾഡ്, ലോകമെങ്ങുമുള്ള മുസ്ലിങ്ങൾ ഹാവ് ഫാളൻ ഇൻടു ദ ട്രാപ്പ് ഓഫ് ഡിവിഷൻ. വിശുദ്ധ ഖുർആൻ ഒന്നേ ഉള്ളൂ, പക്ഷേ ദേ ഫാൾ ഇൻടു ദ ട്രാപ്പ് ഓഫ് ഡിവിഷൻ. ഈ വിഭാഗീയതയുടെ ഇരകളായി തീർന്നു. തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കും, സുന്നിയും മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും ഷിയാക്കളും ഇങ്ങനെ ഓരോരോ ഡിവിഷനായിട്ട് തിരിഞ്ഞിട്ട് അതിന് കുറേ മണ്ടന്മാർ തലപ്പത്തിരിപ്പുണ്ട്. അവരുടെ പുറകെ ഈ ഈ സാധുക്കൾ ഇല്ല ആട്ടിടേൻ്റെ പുറകെ ആട് പോകുന്നെന്ന് പറയുന്ന പോലെ അവർ അങ്ങ് പോവുകയാണ്. അവരെന്താണോ അവരെങ്ങോട്ടാണോ പോകുന്നത് അതിൻ്റെ പുറകെ ഇവർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെന്താണോ പറയുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കും. വേദഗ്രന്ഥം അടച്ചും വെച്ചു. അങ്ങനെ ഈ വിഭജനത്തിൻ്റെ വിഭാഗീയതയുടെ നീരാളിപ്പിടത്തിൽ അമർന്നു പോയ ലോകം, ഓൾ ഡ്യൂ ടു ദ മിസ്ഇൻ്റർപ്രിറ്റേഷൻ. ഇതെല്ലാം ഇങ്ങനെ സംഭവിച്ചെന്താണ്? ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തത് മൂലമാണ്. ഓഫ് ദ ഖുറാനിക് വേഴ്സ്, ഖുർആനിക വചനങ്ങൾ, ഖുർആനിക വാക്കുകൾ തെറ്റായ നിലയിൽ വ്യാഖ്യാനിച്ചതിൻ്റെ പേരിൽ ഭൂമുഖത്തുള്ള ഈ ആളുകളൊക്കെ പല വിഭാഗങ്ങളായി മാറി. ഒരുത്തനെ കണ്ടൂടാ, ഒരുത്തനെ വേണേൽ കൊല്ലും. കയ്യിലിരിക്കുന്നതോ ഖുർആൻ, എല്ലാവരുടെ കയ്യിലും ഖുർആൻ ഇരിപ്പുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ പല വിഭാഗങ്ങളായി അങ്ങ് പിരിഞ്ഞു പോയി കേട്ടോ. ഏറ്റവും വലിയ ശത്രുതയായിട്ട് മുസ്ലിങ്ങൾക്ക് നിൽക്കുന്ന മുസ്ലിങ്ങൾ തന്നെയാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ദ ഇമാംസ് ഓഫ് ടുഡേ, ഇന്നത്തെ ഇമാമിങ്ങളുണ്ടല്ലോ, ഡെസ്പൈറ്റ് ഹാവിങ് മെയ്ഡ് ഹയർ ഇസ്ലാമിക് സ്റ്റഡീസ്, അവർ ഭയങ്കര വലിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി വളരെ വലിയ ബിരുദമൊക്കെ നേടിയിട്ടുണ്ട്. ഡോക്ടറേറ്റ് ഉൾപ്പെടെയുള്ള നേടിയ, ഇന്ന് മക്കയിൽ ഇന്നലെ ഒരു വാർത്ത ശ്രവിക്കാൻ ഇടവന്നു. മക്കയിൽ ഇമാമുമാരെ റമദാൻ മാസത്തിലേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. 90% ആളുകളും അതിൽ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അറബി സാഹിത്യത്തിലും ഖുർആനിക സാഹിത്യത്തിലും ഡോക്ടറേറ്റ് എടുത്ത് മഹാപണ്ഡിതന്മാരെന്ന് കരുതുന്ന ആളുകളെയാണ്, 10ഓളം ആളുകളെ മക്കയിലും മദീനയിലുമായിട്ട് റമദാൻ മാസത്തിലും ഇമാമായിട്ട് നിർത്തിയിരിക്കുന്നതായിട്ടുള്ള അറിയിപ്പ് വന്നത്. അപ്പോൾ അവരൊക്കെ പഠിത്തം കൊണ്ട് ഇതെല്ലാം ഇങ്ങനെ നേടിയവരാണ്. ഡെസ്പൈറ്റ് ഹാവിങ് മെയ്ഡ് ഹയർ ഇസ്ലാമിക് സ്റ്റഡീസ്, ഉന്നതമായ ഇസ്ലാമിക പഠനങ്ങൾ അവർ നേടിയിട്ടുണ്ടെങ്കിലും യെറ്റ് ദേ ആർ ഡിവോയ്ഡ് ഓഫ് തക്വ. പ്രശ്നം ഒന്ന് മാത്രമാണ്, തക്വ ഇല്ല. അത് തന്നെയാണ് നമ്മുടെയും പ്രശ്നം. നമുക്കും ഇല്ലാതെ പോകുന്നത്, നമ്മുടെ ഇമാമിൻ്റെ പിന്നിൽ അണിനിരുന്നവർക്ക് ഇല്ലാതെ പോകുന്നത് ഡിവോയ്ഡ് ഓഫ് തക്വ. തക്വ ഇല്ല. തക്വ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ ഭയപ്പെടുക. അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ അള്ളാഹു ഉണ്ട്, എൻ്റെ ചുറ്റും അള്ളാഹു ഉണ്ട്, ഞാൻ പറയുന്നതും ചെയ്യുന്നതും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ, അങ്ങനെയുള്ള ഒരുവനാണ് എൻ്റെ രക്ഷിതാവ് എന്ന വിശ്വാസം നമുക്ക് ഇല്ല. അതാണ് ഡിവോയ്ഡ് ഓഫ് തക്വ എന്ന് പറയുന്നത്. ഇന്ന് ആളുകൾക്ക് ഈ അള്ളാഹുവിനെ നമുക്ക് ഒന്നും കാണാനൊക്കത്തില്ലല്ലോ. അപ്പോൾ പാർട്ടി എവിടെ എന്തായാലും ശരി, നമുക്ക് എന്തും ചെയ്യാം, ഏത് രീതിയിലുള്ള കൊതി നുണയും വേണമെങ്കിലും പറയാം, ആരെപ്പറ്റി മോശമായിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു പരത്താം. ഉള്ള കാര്യങ്ങളായാലും ഇല്ലാത്ത കാര്യമായാലും അത് പറഞ്ഞ് പരത്തുന്ന സ്വഭാവമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ നമ്മുടെ കയ്യിലൊരു യന്ത്രപ്പെട്ടിയുണ്ട്, ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പെട്ടി. ഈ പെട്ടിക്കകത്തൂടെ പറയുന്നതൊക്കെ കള്ളത്തരങ്ങളും ബഹുഭൂരിഭാഗവും അങ്ങനെ തന്നെയാണ്. പിശാചിൻ്റെ പെട്ടിയാണ്. അതിനെ വേണ്ടതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ എൻ്റെ രക്തത്തിലും ഉണ്ട് പിശാച്, പക്ഷേ ആ പിശാചിനെ മുസ്ലിമാക്കിയെന്ന് പറയുന്നത് ഈ പെട്ടിയെ മുസ്ലിമാക്കാൻ വെക്കാത്തവരെല്ലാം ആ പിശാചിൻ്റെ വലയത്തിനകത്ത് തന്നെയാണ്.
അതുകൊണ്ട് അവരവിടെ തന്നെ ഇരിക്കും, അതിനപ്പുറത്തേക്കൊന്നും നീങ്ങാൻ പോകുന്നില്ല. ദീനിന് വേണ്ടി ഒരു ചേവട് പോലും വയ്ക്കാൻ പോകുന്നില്ല. നമ്മൾ ബദർ, മുഹദ്, ഖന്തക്കും ഹിജ്റയും ഒക്കെ ഇങ്ങനെ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ പാടാനും പഠിക്കാനും പണ്ട് അങ്ങനെ ചെയ്തിരുന്നു, അബൂബക്കർ അങ്ങനെ ചെയ്തു, ഉമർ ഇങ്ങനെ ചെയ്തു, അലി അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ബിലാൽ റളിയല്ലാഹു അൻഹു ഭയങ്കരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി കഥകളൊക്കെ നമ്മൾ ഒരുപാട് പറയും. എന്തെങ്കിലും ഒരു പീഡനം, ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസം ദീനിന് വേണ്ടി എവിടെ നിന്നെങ്കിലും നമ്മുടെ കൊട്ടാരങ്ങളിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടോ? നമ്മുടെ സമ്പത്തുകൾ കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ കായിക ശേഷി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? നന്മയായ ഒരു വാക്ക് ചെയ്തിട്ടുണ്ടോ? എല്ലാം ആത്മപരിശോധന നടത്തിയുണ്ട്. ഈ മഹാപണ്ഡിതന്മാരായ ആളുകൾ, ഡോക്ടറേറ്റ് എടുത്ത ഇത്തരത്തിലുള്ള ആളുകളെക്കുറിച്ച് പറയും, യെറ്റ് ദേ ആർ ഡിവോയ്ഡ് ഓഫ് തക്വ. അവർക്ക് തക്വ ഇല്ലാതെ പോയതാണ്. ഫിയർ ഓഫ് അല്ലാഹ്, പൈറ്റി, അതാണ് അള്ളാഹുവിനെ ഭയക്കുക. അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട്. അവന് ഇഷ്ടപ്പെട്ട കാര്യമാണോ ഞാൻ ഇന്ന് രാവിലെ പ്രഭാതത്തിൽ ചെയ്യുന്നത് എന്നാണ്. എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ടോ, അതോ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണോ? അല്ലെങ്കിൽ പള്ളിയുള്ള സ്ഥലത്തേക്ക് പോകാൻ സാഹചര്യമുള്ള ആളുകൾ അവിടത്തേക്ക് ഹിജ്റ ചെയ്ത് പോയി അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടി ശ്രമിക്കാൻ ഒന്നുമില്ല. ചുമ്മാ ഇഹലോകവാദികളായ ആളുകളാണ്. ഇത് അള്ളാഹിന് വേണ്ടി ജീവിക്കുക. ആ തക്വ ഉണ്ടെങ്കിൽ മാത്രമാണ് പാരത്രിക ലോകത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാനുള്ള സാധന സാമഗ്രികൾ ആർജിക്കുവാനുള്ള ഇടമാണ് ഈ ഭൂമിയിലെ ജീവിതം എന്ന് ഹസ്രത്ത് ഖലീഫത്തുള്ള എത്ര വ്യക്തമായിട്ടാണ് ഉപദേശം നൽകുന്നത്. നമ്മുടെ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് പാരത്രിക ലോകത്തേക്ക് അള്ളാഹിൻ്റെ മുമ്പിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ നമുക്ക് സുരക്ഷിതമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള സാധന സാമഗ്രികൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അത് ഒന്നാമത് തഖ്വയാണ്, ഖുർആൻ പാരായണമാണ്, നമസ്കാരമാണ്, നല്ല പ്രവർത്തനങ്ങളാണ്. അങ്ങനെ അള്ളാഹുവിന് പ്രീതിപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ ഖുർആനും കയ്യിൽ വെച്ചുകൊണ്ട് ലോകത്തിൽ വിഭാഗീയത സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന എത്ര സമൂഹങ്ങളാണ്. ആൻഡ് ദ എബിലിറ്റി ടു പ്രീച്ച് ദ ട്രൂ വേർഡ് ഓഫ് ദ ഖുർആൻ, അവർക്ക് എന്താണ് വേണ്ടത്? ഡിവോയ്ഡ് ഓഫ് തഖ്വ എന്ന് പറഞ്ഞു. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമില്ല. ആൻഡ് ഖുർആൻ എക്സ്പൗണ്ട്, വിശദമായി നിർവചിക്കുവാൻ അപ്പോൺ ആസ് ഇറ്റ് ഷുഡ് ബി. അതുകൊണ്ട് തന്നെ തഖ്വ ഇല്ലാത്തതുകൊണ്ട് ഖുർആൻ അതിലൂടെ വിഭാവന ചെയ്യുന്നത് ശരിയായ നിലയിൽ അവർക്ക് വിശദമാക്കുവാനും കഴിയുന്നില്ല. ദാസ് ദ വേഴ്സ് അപ്ലൈസ് ടു ദം. അങ്ങനെ വരുമ്പോൾ ഈ വചനങ്ങൾ അവർ പ്രാവർത്തികമാക്കുന്നത് ഫോർ വെൻ ഗോഡ് സെൻഡ് ടു ദം ദ പ്രോമിസ്ഡ് മെസ്സായ. അങ്ങനെ ഒരു വിഭാഗീയതയായി ഈ രീതിയിൽ പിരിഞ്ഞു പോയപ്പോൾ അല്ലാഹു തആല അതിനെ ശരിയായ നിലയിൽ വിവരിക്കുന്നതിന് വേണ്ടി ഇക്കഴിഞ്ഞ നൂറ്റാണ്ടിൽ അല്ലാഹു തആല അവൻ്റെ വാഗ്ദത്തം മസീഹിനെ നിയോഗിച്ചു. ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് അലൈഹിസ്സലാം ഫോർ ദ റിവൈവൽ ഓഫ് ഇസ്ലാം. ഇസ്ലാമിനെ സമുദ്ധരിക്കുന്നതിനായി, അതിനെ നവീകരിക്കുന്നതിനായി, പരിഷ്കരിക്കുന്നതിനായി, അതിൽ കടന്നുകൂടിയ തെറ്റുകൾ തിരുത്തുന്നതിനായി അല്ലാഹു തആല കഴിഞ്ഞ നൂറ്റാണ്ടിൽ അപ്രകാരം ചെയ്തു. ടു മേക്ക് നോൺ ദ ഫ്ലാസ് ഇൻ ദ ഖുറാനിക് ഇൻ്റർപ്രിറ്റേഷൻസ്. അവരുടെ ഖുർആൻ വ്യാഖ്യാനത്തിൽ വന്ന ഫ്ലാസ്, അവരുടെ കുറവുകൾ, അതിൽ വന്ന കുഴപ്പങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദമാക്കി കൊടുക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൽ നിന്നൊരാളെ കൊണ്ടുവന്നു. ദ സോക്കാൾഡ് മുല്ലാസ്. എന്നാൽ ഈ പറയപ്പെട്ട മുല്ലാക്കൾ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, മഹാഗുരുക്കന്മാർ എന്നൊക്കെ പറയാവുന്ന ഈ ആളുകൾ ലേബിൾഡ് ഹിം ആസ് എ ലയർ. അപ്രകാരം ഖുർആൻ തിരുത്തി പറഞ്ഞു കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് ഈ പറയുന്ന ആൾ കള്ളനാണ് കേട്ടോ. ആൻഡ് റിജക്റ്റഡ് ദ മെസ്സേജസ് ഓഫ് അല്ലാഹ്. അങ്ങനെ അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളെ അവരെന്ത് ചെയ്തു? തിരസ്കരിച്ചു. ആൻഡ് ഹിസ് മെസ്സഞ്ചർ, അള്ളാഹു തആല വിട്ട ദൂതനെയും. ഏറ്റവും വലിയ 14-ാം നൂറ്റാണ്ടിൽ, ഹിജ്റ 14-ാം നൂറ്റാണ്ടിൽ നടന്ന ലോകത്തിലെ മഹാസംഭവം. എല്ലാ പണ്ഡിതന്മാരും കൂടെ മക്ക മദീനകളിൽ ഒരുമിച്ച് കൂടിയതിന് ശേഷം അവർ പ്രഖ്യാപനം നടത്തുകയാണ്, അല്ലാഹു തആല അയച്ച ആളിനെ കാഫിറാണ്. ഇതാണ് മുസ്ലിങ്ങളുടെ അവസ്ഥ. ലൈക്ക് ദ ജ്യൂസ് ആൻഡ് ക്രിസ്ത്യൻസ്. ജൂതന്മാരും ക്രിസ്ത്യാനികൾ ചെയ്തില്ല. ഓഫ് ഓൾഡ്, കഴിഞ്ഞ പണ്ടത്തെ ജൂതന്മാരും ക്രിസ്ത്യാനികളും ചെയ്തു. ദേ ഡിഡ് നോട്ട് ഹെസിറ്റേറ്റ് ടു യൂസ് ഖുറാനിക് വേഴ്സസ്.
അവർ ഒട്ടും അവർക്ക് അറപ്പില്ല. ആൻഡ് എക്സ്ചേഞ്ച് ദം ഫോർ മണി. പണത്തിന് വേണ്ടി ഖുർആൻ ആയത്തുകളെ വിറ്റ് കാശാക്കുന്നതിന് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇതിലെ അധ്യാപനങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നതിന് അവർക്കൊരു തടസ്സവുമില്ല. deluding people into believing that whatever system they are making is purely Islamic. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു? അബദ്ധത്തിൽ ഈ സാധാരണ ആളുകളെ കൊണ്ടുവന്ന് ചാടിക്കുകയാണ്. അവർ വിചാരിക്കുന്നത് ഇവർ പറയുന്നതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെന്നാണ്. വേർ ഇറ്റ് ഈസ് നോട്ട്. എന്നാൽ അവർ പറയുന്നത് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളല്ല. അവർ ഈ പാവപ്പെട്ട ആളുകളെ അതിൽ കൊണ്ടുവന്ന് ചാടിച്ചിരിക്കുകയാണ്. അവരതിൽ നിന്ന് കരകയറാനൊക്കാത്ത നിലയിൽ അവർ പറയുന്നത് ശരി എന്നുള്ള നിലയിൽ ഇസ്ലാമിന് വേണ്ടി അവർ പ്രവർത്തിക്കുന്നു എന്നാണ് അവർ കരുതുന്നത്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി, ദൗർഭാഗ്യവശാൽ ദിസ് സിറ്റുവേഷൻ ഹാസ് വേഴ്സൺ ടുഡേ. ഈ സാഹചര്യം വളരെ മോശമായി മാറിയിരിക്കുകയാണ് ഇന്ന്. ആൻഡ് ദാസ് ദ നീഡ് ഫോർ അല്ലാഹ് ടു സെൻഡ് ദിസ് ഹംബിൾ സെൽഫ്. അങ്ങനെ ഈ സാഹചര്യം വീണ്ടും വളരെ മോശമായപ്പോഴാണ് ഈ വിനീതദാസിനെ അല്ലാഹു തആല വിടുന്നത്. ടു സെൻഡ് ദിസ് ഹംബിൾ സെൽഫ് ഫോർ ദ റിവൈവിഫിക്കേഷൻ ഓഫ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ നവീകരണാർത്ഥം വിടുന്നത്. വീണ്ടും ഇതിനകത്ത് അശുദ്ധിയായി കഴിഞ്ഞു, അധർമ്മമായി കഴിഞ്ഞു, അന്ധകാരം വ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനെ വീണ്ടും വെളിച്ചത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ വിനീതനെ ഇസ്ലാമിന് വേണ്ടി നിയോഗിച്ചത്. ഇൻഡീഡ്, ഇറ ആഫ്റ്റർ ഇറ, തീർച്ചയായിട്ടും നൂറ്റാണ്ടുകൾ തോറും, വെന്നെവർ ദ ഈവിൾ പീപ്പിൾ ഫ്രം എമംഗ് ദ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദ ബുക്ക്, വിശുദ്ധ ഖുർആൻ്റെ ഈ വേദഗ്രന്ഥത്തിൻ്റെ അനന്തരാവകാശികൾ എപ്പോഴൊക്കെ ഈ ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്ത് സത്യത്തിൽ നിന്നും അകറ്റുന്നുവോ അപ്പോഴൊക്കെ ഷാൽ ലെറ്റ് ഗോ ഓഫ് ദ ത്രെഡ് ഓഫ് തക്വ, അവരിൽ നിന്ന് തക്വ അപ്രത്യക്ഷമാകുമ്പോൾ, ആൻഡ് ഷാൽ ട്രൈ ടു ലീഡ് ദ പീപ്പിൾ ആസ്ട്രേ, ജനങ്ങളെ വഴികേടിൽ നയിക്കുവാൻ അവർ ശ്രമിക്കുമ്പോൾ, അള്ളാഹ് ഷാൽ കണ്ടിന്യൂ ടു സെൻഡ് ഹിസ് മെസ്സഞ്ചേഴ്സ്, അള്ളാഹു താല അവൻ്റെ ദാസന്മാർ, അവൻ്റെ ദൂതന്മാരെ നിയോഗിച്ചു കൊണ്ടിരിക്കും. വിത്ത് ന്യൂ ആൻഡ് ഫ്രഷ് റിവലേഷൻസ്, പുതിയതും നല്ല ഏറ്റവും സംശുദ്ധമായ വെളിപാടുകൾ നൽകുകയായിരിക്കും അവരെ വിടുന്നത്. വിച്ച് ഷാൽ റീഇൻഫോഴ്സ് ദ ട്രൂത്ത്ഫുൾനെസ് ഓഫ് ദ ഖുർആൻ. അത് ഖുർആൻ്റെ സത്യതയെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് അത്തരം വചനങ്ങളുമായിട്ട് ഈ ദൂതന്മാരെ നിയോഗിക്കുന്നത്. ഈച്ച് ഇൻ ദെയർ ഇറ, ഓരോ നൂറ്റാണ്ടിലും അവരുടെ കാലഘട്ടങ്ങളിൽ വരുന്നത് അവർ ഖുർആനെ ശുദ്ധീകരിച്ച് യഥാർത്ഥമായ അധ്യാപനം ലോകത്തിന് നൽകുന്നതിന് വേണ്ടിയാണ്. ടു എസ്റ്റാബ്ലിഷ് ദ ട്രൂത്ത് ഓഫ് ഇസ്ലാം, ദ ഖുർആൻ ആൻഡ് ദ ഹോളി പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിനെയും ഖുർആനെയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യതയും ലോകത്തിന് മുമ്പ് യഥാവിധി കാണിക്കുന്നതിന് വേണ്ടിയാണ് നിയോഗിക്കപ്പെടുന്നത്. ഇൻഡീഡ് ദ ഈവിൾ ഡുവേഴ്സ് ഫ്രം എമംഗ് മെൻ, തീർച്ചയായിട്ടും ജനങ്ങളിൽ ഈ മോശപ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, മോശപ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ ഷാൽ ടേസ്റ്റ് ദ ഈവിൾ കോൺസിക്വൻസസ്, അവർ ചെയ്യുന്ന ആ തെറ്റായ നടപടികളുടെ അനന്തരഫലങ്ങൾ തീർച്ചയായിട്ടും അവർ അനുഭവിക്കും. ഷാൽ ടേസ്റ്റ് ദ ഈവിൾ കോൺസിക്വൻസസ് ഓഫ് ദെയർ ആക്ട്സ്, അവരുടെ പ്രവർത്തനങ്ങളുടെ മോശമായ അനന്തരഫലങ്ങൾ അവർ അനുഭവിക്കാതിരിക്കില്ല. ഫോർ ദേ കമ്മിറ്റഡ് ദ ഗ്രീവിയസ് സിൻ, കാരണം അവർ വളരെ ഗുരുതരമായ പാപമാണ് ചെയ്യുന്നത്. ഓഫ് മിസ്ലീഡിങ് ദ പീപ്പിൾ, ജനങ്ങളെ വഴിതെറ്റിക്കുക. ആൻഡ് എൻകറേജിങ് ദം ഇൻ ഇഡൽ വർഷിപ്പ്, അങ്ങനെ അവസാനം അവർ വിഗ്രഹാരാധകരായി മാറുകയാണ്. കാരണം ദൈവത്തിന് യാതൊരു സ്ഥാനവും അവർ കൊടുക്കുന്നില്ല. ദൈവവുമായിട്ട് യാതൊരു ബന്ധവും അവർക്കില്ല. ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മുടെ അടുത്തുണ്ട്. നമ്മൾ പറയുന്നതും കേൾക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതും എല്ലാം അവനറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം വിചാരണ നടത്തപ്പെടുകയും രക്ഷാശിക്ഷകൾ നൽകുകയും ചെയ്യുന്നവനാണ് എന്ന് നമുക്ക് എന്ന് വിശ്വാസം വരുന്നുവോ അന്ന് മാത്രമേ നമുക്ക് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നോക്കൂ. അങ്ങനെ നമ്മുടെ കൂടെ അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് മോശമായ ഒന്നും നോക്കാനൊക്കത്തില്ല, മോശമായ ഒരു കാര്യത്തിന് നടന്നു പോകാനൊക്കത്തില്ല, ഒരു മോശപ്രവൃത്തി ചെയ്യാൻ ഒക്കത്തില്ല. അവന് നല്ലത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം, നല്ലത് തന്നെ കൂടുതൽ കൂടുതൽ നന്മ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ തരാം. ഇത് അവൻ പറയുന്ന ഒരു വാഗ്ദാനമാണ്. അവനെ മാത്രം നിങ്ങൾ ആശ്രയിക്കുക. ആ നിലയിൽ അള്ളാഹുവുമായിട്ട് ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി ജനങ്ങൾ ഈ രീതിയിൽ അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുമ്പോൾ
അള്ളാഹുവിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അവർ നന്മയിൽ നിന്നും അകന്നു പോകുമ്പോൾ അവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് വീണ്ടും അള്ളാഹു ദൂതന്മാർ വിടുകയും അങ്ങനെ നമുക്ക് ആർക്കാണോ ആ അള്ളാഹുവിനെ കിട്ടിയത് അവർ ഇഹലോകത്തും പരലോകത്തും അവർ രക്ഷപ്പെട്ടു കഴിഞ്ഞു. ആ അള്ളാഹുവിനെ കിട്ടിയ മഹാഭാഗ്യവാന്മാരായി തീരാൻ ആ അള്ളാഹു തആല നിയോഗിച്ച ആ വിശ്വപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ രക്ഷാമാർഗം. മറ്റൊരു കുറുക്ക് വഴിയൊന്നുമില്ല. ആ സുന്നത്തിനെ പിന്തുടർന്നുകൊണ്ട് തന്നെ നമ്മൾ പോകണം. അള്ളാഹു തആല അതിനുള്ള തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ അടുത്ത വചനവുമായി നിങ്ങളുടെ മുമ്പായി വിനീത സഹോദരൻ വരുന്നതാണ്. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.